മഴ. എന്തു ഭംഗിയാണല്ലേ മഴ പെയ്ത് നിൽക്കുമ്പോൾ പ്രകൃതിയെ കാണാൻ. മഴ ഇഷ്ടപ്പെടാത്തവരെ ആരും തന്നെയില്ല. പക്ഷേ മഴ നിർത്താതെ പെയ്താൽ കഷ്ടത്തിലാവുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഇന്നത്തെ യാത്ര കിഴക്കിൻ്റെ വെന്നീസായ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയുടെ ഭംഗി മൊത്തത്തിൽ ആസ്വദിക്കണമെങ്കിൽ പുന്നമട കായലിലൂടെ ഒരു ബോട്ട് യാത്രയാണ്. ഇത് കൈനഗിരി, ലോവർ കുട്ടനാട്, അതായത് വാട്ടർ ലെവലിനും താഴെ നിൽക്കുന്ന പ്രദേശം. എറണാകുളത്താണേലും പത്തനംതിട്ടയിലാണേലും എവിടെ ആണേലും വെള്ളം പൊങ്ങിയാൽ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് വെള്ളം ഇറങ്ങിപ്പോകും. കുട്ടനാട്ടുകാർക്ക് സംബന്ധിച്ചിടത്തോളം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അത് മാസങ്ങളോളം കിടന്നിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഞങ്ങളുടെ ഈ റോഡെന്ന് പറയുന്നത് സാർ, നിങ്ങൾ അങ്ങോട്ട് ആ റോഡ് വഴി ഒന്ന് വരണം. ഞങ്ങളുടെ ദുരിതം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഏത് രീതിയിലാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഞാൻ ഈ 8-ാം വാർഡിലെ 11-ാം നമ്പർ അംഗൻവാടി ജോലി ചെയ്യുകയാണ്. 40 വർഷമായിട്ട് ഞാനിവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പിള്ളേർക്ക് വരാനായിട്ട് ഒരു മാർഗവും ഇല്ല. പിന്നെ ജനങ്ങൾ തന്നെ ഒരു സ്വന്തമായിട്ട് പൈസ കൊടുത്ത് കടത്തിടും.
റോഡിലുള്ള വെള്ളമാണെങ്കിൽ മുഴുവനും ഈ വിഷം അടിച്ചിറക്കുന്ന വെള്ളമാണ്. ആ വെള്ളമാണ് ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും എല്ലാത്തിനും തുണി അലക്കാനും പാത്രം കഴുകാനും എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ചൊറിച്ചിലുമായിട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ. ഈ വെള്ളമാണ് ഈ റോഡിൽ കയറി കിടന്നപ്പോൾ മുഴുവൻ അട്ടയായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഈ അട്ട കടിക്കുകയും പിള്ളേർക്കെല്ലാം സ്കൂളിൽ പോകാനും ഒന്നും പറ്റാതെ ഞങ്ങൾ തന്നെ ഇവിടെ വരുന്നത് എത്ര പൈസ മുടക്കിയ LKG UKG പഠിക്കുന്ന 1ാം ക്ലാസ് വരെ പഠിക്കുന്ന 6 കുഞ്ഞുങ്ങളെ ഞാനിവിടെ വന്ന് വള്ളത്തെ കയറ്റിക്കൊണ്ട് പോയി. വള്ളത്തെ കയറ്റിയപ്പോൾ മഴയുടെ ലക്ഷണമൊന്നുമില്ല. വള്ളം ഇച്ചിരി ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര അടവിയും മഴയും. ഒരു മനുഷ്യൻ അക്കരയ്ക്ക് നോക്കിയാൽ കാണാൻ മേലത്തിനൊക്കെ മഴ പെയ്യുക. ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ മുഴുവൻ കിടന്ന് കരച്ചില്. ആ പോസ്റ്റേ വന്ന് വെള്ളം പിടിക്കാൻ പോയി. ഞാൻ വെള്ളത്തിൽ ചാടി ആ കുഞ്ഞുങ്ങളെ തള്ളിക്കൊണ്ട് അവിടെ കൊണ്ട് ഇറക്കിയത്. ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൈനരി വാവക്കാട് തെക്ക് പാടശേഖരമാണിത്. കൈനരി പള്ളിയുടെ ഒക്കെ ഇത്. അപ്പം ഇതിന് 3 പാടങ്ങളിൽ കിഴക്കപ്പുറത്തുനിന്ന് ആളുകൾ ചേന്നങ്കരി പാടം തൊട്ട് വഴി താണ്ടി ഈ കൈനരി പഞ്ചായത്തിനെ ആശ്രയിച്ചും ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിനെ ആശ്രയിച്ച് ആലപ്പുഴയ്ക്ക് പോകാൻ വരുന്നൊരു മെയിൻ വഴിയാണ്. ആ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വളരെ ഏറെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ഇതിൽ നടന്നു പോകാൻ. അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് വള്ളം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 25 രൂപ കുറഞ്ഞ് കൊടുത്താലേ നമ്മൾ അക്കരയ്ക്ക് വിടുന്നൊരു സിറ്റുവേഷനാണ്. പാടത്ത് വെള്ളം കയറണം അത്യാവശ്യം. കൃഷിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അത് നമ്മൾ സമ്മതിക്കും. പക്ഷേ പുരയിടത്തിലേക്ക് കയറുക എന്താ പറയുക, പുരയിടത്തേക്ക് കയറുക അല്പം പ്രതിസന്ധിയാണ് അറിയാം. പുരയിടത്തിൽ വല്ല വിറകൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് തന്നെ എപ്പോഴത്തെ ജീവിക്കാൻ ഒരു പാവങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ ഗ്യാസ് എപ്പോഴും ഒന്ന് മേടിച്ച് സിലിണ്ടർ സ്റ്റോക്ക് ചെയ്യാനുള്ള വഴികളുണ്ട്. ഇപ്പം തന്നെ ഞാൻ കിടക്കുന്ന പെരയാണ് ഈ കാണുന്ന 2 വാരം. ഇതിൽ നിന്നുള്ള തീ കത്തിക്കാൻ പിറക്കിട്ട് തീ കത്തിക്കാത്ത പെരയിലേക്ക് മാറേണ്ടി വന്നറിയാം. അവിടെ എങ്ങനെയും ജീവിക്കണമെങ്കിലും വിറക് കർഷണം ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ നേരിടുന്നു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുട്ടികളും എല്ലാവരും സംഘടിക്കുന്ന ഈ വഴി ഇത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങളെ ഏർപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും പൊങ്ങിക്കിട്ടാനുള്ള നല്ലവരായിട്ടുള്ള കടന്നു വരണം. എന്തെങ്കിലും ഇത് ചെയ്തു വരുമ്പോഴാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ഇത് കാണിക്കുന്നത്. വലിയ പാടാണ് ഇവിടുത്തെ ജീവിതം. ആ തോട്ടിൽ വീണ് പിള്ളേരും മരിച്ചിട്ടുണ്ട്. അല്ല, ഇത് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ജാഗ്രതയായിട്ടിരിക്കുന്നു. അവിടെ ഇവിടെ കടത്തുകാരനും ഒരു വെച്ചിട്ടുള്ള ഒരാളാണ്. പുള്ളി അധികം പിള്ളേരെ ഒന്നും കയറ്റതുമില്ല. പിള്ളേരുടെ സ്വഭാവമില്ല, പിള്ളേർ വള്ളത്തെ കയറി ഇറങ്ങിയിരിക്കില്ല. പിന്നെ പുള്ളി അങ്ങനെ പേടിപ്പിച്ചൊക്കെ അങ്ങനെ കൊണ്ടിറക്കും, തിരിച്ച് ഇവിടെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾക്കിവിടെ വഴിയില്ല. വഴിയാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട്. കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾ എന്ത് പാടുപെടുന്നുണ്ടെന്ന് 4 മാസമായി വെള്ളം വന്നിട്ട്. ഞങ്ങളുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾക്കൊരു ആശുപത്രി പോകണമെങ്കിൽ തന്നെ എന്ത് പാടാന്നറിയാമോ. ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല. വെള്ളം കണ്ടെത്തി കയറിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാനായിട്ട്. കൊച്ചു പൊടി കുഞ്ഞുങ്ങളല്ലേ, അട്ടയാണെങ്കിൽ നിറച്ച അട്ടയും നീന്തി ഭയങ്കര പാടുപെട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വളർത്തണ്ടേ. ഒരു പണിയാട്ടെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ലാതാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരു തൊഴിലുറപ്പ് പോലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത്. കൃഷി ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കാര്യം വെച്ചാൽ ബണ്ട് ഇവിടെ മുങ്ങിയാലേ ഞങ്ങൾക്ക് കൃഷിക്ക് നല്ല രീതിയിൽ വെള്ളം കയറി ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളത് കൊണ്ട്. കാവാലം കായ്പ്പുറം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഇതിനും കഷ്ടതയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊ അവിടോട്ടൊക്കെ ഒന്ന് ചെല്ലണം. എല്ലാ വീടിന്റെയും വാതിൽക്ക് വണ്ടി വരും. നമുക്ക് വണ്ടി വരണ്ട, ഇതുപോലെ നടന്നു കയറാനുള്ള സൗകര്യം എത്താൻ മതി. കൈനഗിരിയിലെ ജനങ്ങളുടെ പ്രധാന വരുമാനം കൃഷിയാണ്. അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് പ്രാവർത്തികമായ കാര്യമല്ല. ഭരണകൂടം ഇത് കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുന്നു. നിലവിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള വഴിയെങ്കിലും നേരെയായി കിട്ടുമോ?